ഇപ്പോൾ ആ ദൃശ്യത്തിൽ വ്യക്തമാവുന്നത് ഒരു മാസ്ക് ധരിച്ച ഒരു റെയിൻ കവർ ഇട്ട ഒരാളെ കാണുന്നുണ്ട്. അത് തന്നെയാണോ ഈ ശുചീകരണ തൊഴിലാളി? അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാൻ വേണ്ടി മാസ്ക് ധരിപ്പിച്ച് ഒപ്പം നടത്തി അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് പരിശോധന നടക്കുന്നു, അതല്ലേ? അങ്ങനെയല്ലേ സാഹചര്യം? തീർച്ചയായും അതാണ് ആ ഏക ദൃക്സാക്ഷി. ഈ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകം സംബന്ധിച്ച് ഏക ദൃക്സാക്ഷിയുടെ ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഒരു തരത്തിലും വെളിപ്പെടുത്തരുതെന്ന് അദ്ദേഹം നിർബന്ധമുണ്ടായിരുന്നു. നേരത്തെ അത് പറഞ്ഞിരുന്നു. കോടതിയും ഇത് അംഗീകരിച്ചു. കോടതിയിൽ രഹസ്യമൊഴി നൽകുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത്, തന്റെ ജീവന് അപകടമുണ്ടാവും. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളാണ് ആ കാണുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസവും ഇന്ന് 3-ാം ദിവസമാണ് ഈ ഓരോ തെരച്ചിലും അദ്ദേഹത്തിന്റെ പൂർണ്ണമായ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് മാസ്ക് ഇട്ട് കറുത്ത കോട്ട് ധരിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആ ശുചീകരണ തൊഴിലാളിയെ നമുക്കിവിടെ കാണാം, ദൃശ്യങ്ങളിൽ കാണാം. SIT ഉദ്യോഗസ്ഥരെ കാണാം, ഫോറൻസിക് വിദഗ്ധരെ കാണാം, RDOയുടെ സാന്നിധ്യം കാണാം. കാരണം മണ്ണിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കണമെങ്കിൽ RDOന്റെ സാന്നിധ്യം വേണം. RDO ഉണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇന്നലെ DGP എത്തിയ സ്ഥലമാണ് ഇതിന് തൊട്ടടുത്താണ് ഈ 5-ാമത്തെ പോയിന്റ്. ഇന്നലെ DGP സന്ദർശിച്ച ഒരു സ്ഥലം കൂടിയാണിത്. എന്തായാലും ആ സ്ഥലത്താണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളികളെ ഈ ദൃശ്യം നമുക്ക് കാണുന്നത്. തത്സമയ ദൃശ്യമാണ്. അതായത് ഈ സ്ഥലം കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ നടത്തിയിരുന്നു. മണിക്കൂറുകളായിരിക്കുന്നു, 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ സ്ഥലത്തെ പരിശോധന. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വസ്തു കണ്ടെത്തിയിരിക്കുന്നത്. അത് പ്രധാനമായും നോക്കേണ്ടത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇയാളുടെ മനസ്സിൽ ആ തീക്കനൽ കെട്ടില്ല എന്നാണ്. അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു. അത് സൂചിപ്പിക്കുന്നത് സത്യമാണ്. കാരണം അദ്ദേഹം ആ സ്ഥലം ഇത്രയും വർഷം കഴിഞ്ഞ് ഇവിടെ നിന്നും പലായനം ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ സ്ഥലം കൃത്യമായി അദ്ദേഹം ഓർത്തുവെച്ച് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും അവിടെ മാർക്ക് ചെയ്യുകയും അവിടെ തന്നെ പരിശോധന നടത്തുകയും അവിടെ ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനി എത്ര മൃതദേഹം ഈ മണ്ണിൽ ഈ പരിസരത്ത് 8-ലും 9-ലും 10-ലും ഒക്കെ ലഭിക്കാനുണ്ട്. കാരണം ആ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഇത്തരത്തിൽ വാഹനങ്ങളിൽ മൃതദേഹം എത്തിച്ച് ഇയാൾക്ക് നൽകും. അത് ഭീഷണിപ്പെടുത്തി അതിനെ തുടർന്ന് ഇയാൾ ഇവിടെ മറവ് ചെയ്യും. അങ്ങനെയായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 2 അടി താഴ്ചയിൽ നിന്നാണ് ഇത്തരത്തിൽ മൃതദേഹം കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഒരുപാട് മൃതദേഹങ്ങൾ ഇനി പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത്. നേരത്തെ ആദ്യത്തെ പോയിന്റുകളിൽ ഈ പ്രശ്നമുണ്ടായിരുന്നത് അവിടെ വലിയ തോതിൽ നേത്രാവതി പുഴയുടെ തീരത്ത് നിർമ്മാണമൊക്കെ നടന്നതുകൊണ്ട് വലിയ തോതിൽ മണ്ണ് ആ പ്രദേശത്ത് മുകളിൽ വന്നതുകൊണ്ട് തന്നെ 8 അടി താഴ്ചയിൽ പോയപ്പോഴും നേരത്തെ 15 വർഷം മുമ്പുണ്ടായ ആ താഴ്ചയിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. അതേ അവസ്ഥയായിരുന്നു 2-ാമത്തെ പോയിന്റിൽ. പക്ഷേ 4-ലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും മരത്തിനകത്താണ്, നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഒരു സ്ഥലത്തായിരുന്നു അതുണ്ടായിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വളരെ പുഴയുടെ മറുകരയാണെങ്കിലും കൃത്യമായി നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കുന്നു. അത് സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കാണുന്നത്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അല്പസമയം ആ പ്ലാസ്റ്റിക് കവറിലേക്ക് ഇത്തരം സാധനങ്ങൾ മാറ്റുന്നത്. ഒരുപക്ഷെ ഇത്തരം വസ്തുക്കൾ ഇനി ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട്. കോടതിയിൽ ഇത് വിവരം ധരിപ്പിക്കേണ്ടതുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് DGP ഇത് വിവരം ധരിപ്പിക്കേണ്ടതുണ്ട്. തുടർ നടപടിയെക്കുറിച്ച് ഇനി 8-ലാണ് വളരെ പ്രധാനമായ പരിശോധന നടക്കേണ്ടത്. അതിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്ന ഒരു വെളിപ്പെടുത്തൽ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒന്നിലധികം മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും അല്പസമയത്തിനകം ഉണ്ടാകും. ഊണ് പോലും കഴിക്കാൻ വിശ്രമം എടുക്കാതെ മണിക്കൂറുകളോളം നീണ്ട തുടർച്ചയായ പരിശോധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ SITയുടെ ഭാഗത്ത് കണ്ടത്. ഏതായാലും ഇതിൽ SIT കൃത്യമായ ദിശയിലൂടെ പോകുന്നുവെന്ന് ആക്ഷൻ കമ്മിറ്റി നേരത്തെ സൂചിപ്പിച്ചത് സത്യം തെളിയിക്കുന്ന മാതിരിയാണ് ഇപ്പോഴുള്ള കാഴ്ച. ആ രീതിയിലാണ് പരിശോധന. ഇതിലേതെങ്കിലും ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ അങ്ങനെ ദുരൂഹതകളോ ഈ അന്വേഷണത്തിലില്ല. പക്ഷേ ഇതിലിനി ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതൊരു തുടക്കം മാത്രമായിരിക്കാം. ആ അസ്ഥികൾ ഇതിന്റെ സത്യം പറയുമോ? അനന്യ ഭട്ട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു നാട് കാണാനെത്തിയ ഒരു കുട്ടി, MBBS വിദ്യാർത്ഥിനി, അവരെ കാണാതായിട്ടുണ്ട്. അവരുടെ മൃതദേഹം ഇവിടെ ഉണ്ടെന്നാണ് ആ അമ്മ ഇപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്. ആ അമ്മയുടെ വാക്കുകൾ നമ്മുടെ ചെവികളിൽ ഇപ്പോഴുമുണ്ട്. ഒരു അസ്ഥിയെങ്കിലും തരൂ, അന്ത്യകർമ്മം നടത്താനെന്നാണ്. ആ രീതിയിൽ ഒരുപാട് അമ്മമാർ, വിലപിക്കുന്ന അമ്മമാർ ഇവിടെയുണ്ട്. പുറത്തു നിന്നും വന്ന ആളുകളുണ്ട്, ഐഡന്റിഫൈ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അത്തരം ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ടാകണം. എന്തായാലും പരിശോധന തുടരും. ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന ഇടങ്ങളിലെല്ലാം പരിശോധന തുടരുമെന്ന് തന്നെയാണ് SIT വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് നിർണായക ദിനമെന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. അത് അതേപോലെ സംഭവിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം നിർണായകം. 6-ാമത്തെ പോയിന്റിൽ നിന്നും ഇത്തരത്തിൽ സാക്ഷി ചൂണ്ടിക്കാട്ടിയ, ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ അതേ സ്ഥലത്ത് നിന്നും ഒരു മൃതദേഹാവശിഷ്ടം കിട്ടുന്നു. 8-ൽ വളരെ
സുപ്രധാനമാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും 8ലെ പരിശോധന. ഇപ്പോൾ ഇവിടെ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. കാരണം പകുതി ഭാഗങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി താഴ്ചയിൽ പോയാൽ തലയുടെ ഭാഗമോ മറ്റോ കിട്ടുമോ എന്നറിയാനായിരിക്കാം, ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം ഇതിൽ കൂടുതൽ പരിശോധന നടത്തുന്നത്. എന്തായാലും ഇത് ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിലധികമായി നിരന്തരം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മളിവിടെ ഓരോ വീടുകളിലെ അമ്മമാരുടെയും അവരുടെ വാർത്തകൾ, അവരുടെ സങ്കടങ്ങൾ നമ്മൾ പുറം ലോകത്തെത്തിക്കുന്നു. അതിനൊടുവിൽ ഏറ്റവും ഒടുവിൽ സർക്കാർ സമ്മർദ്ദത്തിലാകുന്നു. SIT പ്രത്യേക അന്വേഷണത്തെ രൂപീകരിക്കുന്നു. DGP തന്നെ മേൽനോട്ടം വഹിക്കുന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടക്കുന്നു. ഇപ്പോൾ 3 ദിവസമായി തുടർച്ചയായി നടത്തുന്ന തെരച്ചിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മൃതദേഹാവശിഷ്ടം ലഭിക്കുന്നത്. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മുതൽ 11 വരെ റോഡിനരികിലാണ്. ഇന്നലെയൊക്കെ നമ്മളത് തത്സമയ ദൃശ്യങ്ങളിൽ ആ സ്പോട്ട് അവിടെ മാർക്ക് ചെയ്തത് നമ്മൾ കാണിച്ചതാണ്. റോഡിൽ നിന്നും നമുക്ക് ആ സ്പോട്ട് കാണാൻ പറ്റും. റോഡിൽ നിന്നും വാഹനങ്ങളിൽ എത്തിച്ചത് കൃത്യമായി അവിടെ തന്നെ കുഴിച്ചിടുന്ന സാഹചര്യമാണ്. അത് അദ്ദേഹം കൃത്യമായി ഓർത്ത് ആ സ്ഥലം ഇവർക്ക് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കുകയും അവിടെ മാർക്ക് ചെയ്യുന്ന സാഹചര്യമാണ്. 13 മാർക്ക് മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. 100ഓളം മൃതദേഹങ്ങൾ വളരെ ക്രൂരമായ ബലാത്സംഗം ചെയ്ത രീതിയിലും അത് അത്രത്തോളം അയാളുടെ ആ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്. വികൃതമാക്കിയ രീതിയിൽ ബലാത്സംഗം ചെയ്ത രീതിയിൽ കുട്ടികൾ അടക്കമുണ്ട്. അതിൽ കേരളത്തിലുള്ള കേരളീയ വേഷത്തിലുള്ള ധരിച്ച പെൺകുട്ടികളും ഉണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വരെ അദ്ദേഹം അതിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി കേരളത്തിൽ നിന്നും തിരോധനമായ ഏതെങ്കിലും കേസുകളുണ്ടോ? ഇനി ഇതിൽ വലിയ അന്വേഷണം നടക്കേണ്ടി വരും, പ്രതികളിലേക്ക് എത്തേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അസ്ഥി ഒരു തുടക്കം മാത്രമായിരിക്കും. ഇനിയും ഈ തെരച്ചിൽ ഇത് ഊർജം പകരും. അതുകൊണ്ട് തന്നെ ഇനി വലിയ തോതിൽ ഇത് കൂടുതൽ ഒരുപക്ഷെ ടീം അംഗങ്ങൾ കൂടിയേക്കാം. SIT അംഗങ്ങൾ കൂടി കൂടുതൽ ഇടങ്ങളിലേക്ക് ഒരേ സമയത്ത് പരിശോധന നടത്തുന്ന അവസ്ഥയുണ്ടാകാം. വളരെ വേഗത്തിൽ പരിശോധന പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ SIT ആലോചിക്കുന്നത്. സൈത്തെ, യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ദൃശ്യങ്ങൾ തന്നെ ആ വസ്തുത പുറത്തേക്ക് വരികയാണ്. നോക്കൂ ആ ദൃശ്യങ്ങളിലേക്ക്. പോയിന്റ് നമ്പർ 6 മാർക്ക് ചെയ്തേക്കുന്ന ഇടം ആ ദൃശ്യത്തിൽ വ്യക്തമാണ്. ഒപ്പം തന്നെ ശുചീകരണ തൊഴിലാളി, അദ്ദേഹം മാസ്ക് ധരിച്ചുകൊണ്ട് അദ്ദേഹവും അവിടെയുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഇടത്താണ് പരിശോധന നടക്കുന്നത്. ഒപ്പം ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ, മൃതദേഹ അവശിഷ്ടങ്ങൾ, അസ്ഥിയുടെ ഭാഗങ്ങൾ അത് മാറ്റി പരിശോധനയ്ക്ക് മാറ്റിവെക്കുന്നതും നമുക്ക് വളരെ ദൃശ്യം വ്യക്തമാണ്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഇതാദ്യമായിട്ടാണ് SIT ടീമിൻ്റെ ഈ സ്ഥല പരിശോധനാ ദൃശ്യങ്ങൾ ഇത്ര അടുത്ത് വളരെ വ്യക്തമായി നമുക്ക് എത്തിക്കാനാവുന്നത്. ന്യൂസ് 18ലേക്ക് മാത്രം ലഭ്യമാവുന്ന ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുക. നേത്രാവതി പുഴയുടെ ഓരം ചേർന്ന് വനഭാഗത്ത് SIT ടീം നടത്തുന്ന പരിശോധനയാണ്. ആ പരിശോധനയിലാണ് സുപ്രധാനമായ തെളിവുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസത്തെ പരിശോധനകളിൽ വെല്ലുവിളികൾ പലതുണ്ടായിരുന്നു. നേത്രാവതി പുഴയോരത്ത് വെള്ളം കെട്ട് കൂടുതൽ വരുന്നു. അതുകൊണ്ട് തന്നെ മണ്ണ് കുഴിച്ച് പരിശോധന അസാധ്യമാവുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പരിശോധനയിൽ സുപ്രധാനമായ ചില കണ്ടെത്തലുകൾ, ഇതാ ദൃശ്യങ്ങൾ കാണുന്നത് മൃതദേഹാവശിഷ്ടങ്ങൾ, അസ്ഥിയുടെ ഭാഗങ്ങളാവാം. ഒരുപക്ഷേ അവിടുന്ന് SIT ടീം അംഗങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു, അവിടുന്ന് മാറ്റുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ ദൃശ്യങ്ങളിൽ നിന്നും. എന്തായാലും പരിശോധനയിൽ അതിസുപ്രധാനമായ കണ്ടെത്തലുകളിലേക്ക് ഈ അന്വേഷണ സംഘം എത്തുകയാണ്. പ്രത്യേക പ്ലാസ്റ്റിക് കവറുകളിലേക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ മാറ്റി അവിടെ നിന്നും അത് കൊണ്ടുപോകുന്നു എന്നതാണ് പരിശോധനയുടെ സാഹചര്യം. ബാജു സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ പരിശോധന കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ്. സത്യം പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ്. കാരണം അത് കൂടുതൽ തെളിവുകളിലേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ പോയിന്റ് നമ്പർ 8 അടക്കമുള്ള മറ്റ് തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്ക് ആ പരിശോധന നീളുമെന്നതാണ് ഇനി ഉണ്ടാവുന്ന സാഹചര്യം. ബൈജു, ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്ര പോയിന്റുകളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ഇതുവരെ നടന്ന പരിശോധന ഏതൊക്കെ പോയിന്റുകളിലാണ്? ഇനി നടക്കാൻ പോകുന്ന തന്ത്രപ്രധാനമായ പരിശോധന ഇടങ്ങൾ അത് ഏതൊക്കെയാണ്?